കരയാതെ മോളെ, കരയാതെ. കരയരുത്. ഒക്കെ ഈശ്വരന്റെ പരീക്ഷണങ്ങളാണ് കരുതിയാൽ മതി. കടം വീട്ടുകയായിരിക്കും. എന്താ ഇങ്ങനെ പറയണത്? നിങ്ങളോടുള്ള കടം വീട്ടിയാ തീരോ? എന്റെ കുഞ്ഞാനും ഞാനും വിശന്ന് പൊരുമ്പോ നിങ്ങൾ തന്ന ചോറാ ഞമ്മക്ക് ജീവൻ തന്നത്. സ്വന്തം ജാതിക്കാരെ ആട്ടി ഇറക്കിയപ്പോ തല ചായ്ക്കാൻ ഒരിടം തന്നത് നിങ്ങളാ. എങ്ങനെങ്കിലും ചെയ്യാൻ കഴിഞ്ഞല്ലോ പഠിച്ചവനെ എന്നുള്ള സന്തോഷമാണ് ഞമ്മക്ക്. കുടിക്കാൻ അധികം ഒന്നും വേണ്ട, സന്തോഷായി, മനസ്സ് നിറഞ്ഞു. ഓരോന്ന് കേട്ടപ്പോ നെഞ്ചു പടച്ചിട്ട് ഓടി വന്നതാ. വിവരങ്ങളൊക്കെ ഞാൻ പറഞ്ഞു. ഇവിടെയാണ് താമസം എന്നറിഞ്ഞാല് എന്താ വിചാരിക്കുന്നായിരുന്നു പേടി. ആമിനയും ഉമ്മയും കുഞ്ഞാലിയെയും ഇല്ലത്തിന്റെ ചായ്പില് താമസിപ്പിച്ചതിന് സ്വന്തം സമുദായക്കാരുണ്ടാക്കിയ പ്രശ്നങ്ങളെ തിരുമേനി നേരിട്ടത് അറിഞ്ഞപ്പോ സത്യത്തിൽ ഈ കാല് പിടിച്ച് നമസ്കരിക്കാനാ തോന്നി. പ്രപഞ്ചത്തിലുള്ള സകല ചരാചരങ്ങളെയും സൃഷ്ടിച്ചിട്ടുള്ളത് ഈശ്വരനാണെന്നാ ഞാൻ പഠിച്ചിരിക്കുന്നത്. തൂണിലും തുരുമ്പിലും ഉള്ളത് ഈശ്വരനെ. അതിനെ നിന്ദിക്കുന്നവൻ മനുഷ്യനല്ല. ഇവളെ കൂട്ടിക്കൊണ്ടുപോവാച്ചിട്ടാ വന്നത്. മാഷ് പറഞ്ഞ വിവരങ്ങളൊക്കെ കേട്ടപ്പോ തോന്നി പാടില്ല. സ്കൂളിൽ വീണ്ടും പോകാനുള്ള ധൈര്യം തന്നത് മാഷ് തന്നെയാ. രുക്മിണി ശ്രീദേവിയൊക്കെ കൂടെ പുറപ്പെടാനൊരുങ്ങിയതാ. നിന്നെ കൂട്ടിക്കൊണ്ടില്ലാന്ന് പറഞ്ഞ് സമാധാനിപ്പിക്കായിരുന്നു. കൊണ്ടോന്നൂടേനോ? ഞമ്മക്കൊന്ന് കാണായിരുന്നല്ലോ. കുഞ്ഞാലി ഓൻ വെളുപ്പിനെ ഇറങ്ങും. അച്ഛനെ കാണാൻ വേണ്ടി കൊതിച്ചിരിക്കുക. എനിക്ക് മകനെ പോലെയാ. എന്തായാലും സമാധാനായി. ഇനി വൈകില്ല, ഞാൻ ഇറങ്ങാ. ഒന്നും വിചാരിക്കരുത്. രാത്രി കുട്ടിക്ക് വൃത്തിയും വെടുപ്പായിട്ട് ഞമ്മളൊരു മുറി ഒഴിച്ചു കൊടുത്തിക്കണ്. വിരോധമില്ലെങ്കിൽ ഇന്ന് ഇവിടെ തങ്ങാം. വിരോധം ഉണ്ടായിട്ടല്ല, കുട്ടികളിവിടെ തനിച്ചേ ഉള്ളൂ. എന്തുണ്ടായാലും ഭഗവാനുള്ള പൂജ മുടക്കാൻ പറ്റില്ലല്ലോ.